സ്പിന്നിങ് ഉപയോഗിക്കുന്നവർക്ക് പറ്റുന്ന ഫ്രോഗുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട ഫ്രോഗുകൾ, ഏറ്റവും ബെസ്റ്റ് ഫ്രോഗ്, അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് പെക്സോൻ്റെ ഫ്രോഗുകളാണ്. ഞാൻ കൂടുതലും പെക്സോൻ്റെ ഫ്രോഗാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെക്സോൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രോഗുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 2-3 കാറ്റഗറിപ്പെട്ട ഫ്രോഗുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫ്രോഗുകളാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോൾ സ്പിന്നിങ് ഉപയോഗിക്കുന്നവരുണ്ട്, ബേക്കാസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ വേണ്ടത് സ്പിന്നിങ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കുറച്ച് വെയിറ്റുള്ള ഫ്രോഗുകളും ദൂരം കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രോഗുകളായിരിക്കണം. ഓക്കെ, ബേക്കാസ്റ്റ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഏത് ഫ്രോഗ് വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്പിന്നിങ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും ആദ്യത്തെ ഫ്രോഗ്, അതായത് അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ നല്ല ആവശ്യത്തിന് വെയിറ്റും ഉണ്ട്, അത്യാവശ്യം ലോങ് കാസ്റ്റിന് കിട്ടും. ഈ മിസ്സാവൽ കുറവുള്ള ഒരു ഫ്രോഗ് എന്ന് പറയുന്നത് ഹയറെക്സ് എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ്, പെക്സോൻ്റെ ഹയറെക്സ്. അത് നല്ലൊരു ഫ്രോഗാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഫ്രോഗാണ് ഹയറെക്സ് എന്ന് പറയുന്ന ഫ്രോഗ്. 12 to 13 ഗ്രാം വെയിറ്റ് വരുന്ന 6 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു ഫ്രോഗാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ്ങിൽ കാസ്റ്റിങ്ങും കിട്ടും. അതേപോലെ തന്നെ മീനടിച്ചാൽ മിസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ആ ഫ്രോഗ് ഉപയോഗിച്ച് പിടിക്കുന്ന മീനുകളുടെ വീഡിയോ ഇഷ്ടം പോലെ നമ്മുടെ ഇൻസ്റ്റാ പേജിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രോഗിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അതേപോലെ തന്നെ സ്പിന്നിങ് ഉപയോഗിക്കുന്നവർക്ക് അടുത്തൊരു ഫ്രോഗ് എന്ന് പറയുന്നത് ഹൈന എന്ന് പറയുന്നൊരു ഫ്രോഗാണ്. അപ്പോൾ ഈ ഒരു ഫ്രോഗിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 12 to 13 ഗ്രാം വെയിറ്റും അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. ഓക്കെ, പക്ഷേ നല്ല ഹുക്കപ്പ് റേഷ്യോയും നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളും ഉള്ളൊരു ഫ്രോഗാണ്. സ്പിന്നറായുള്ള ആ വുബ്ലിംഗ് സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ മിസ്സാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, പിന്നെ പുല്ലിലും കാര്യങ്ങളൊക്കെ ഉടക്കാത്തൊരു കാര്യവും അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസും കൂടെ ഈ ഒരു ഫ്രോഗിനുണ്ട്. അപ്പോൾ ഹൈന എന്ന് പറയുന്നൊരു ഫ്രോഗും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫ്രോഗാണ്, അതായത് സ്പിന്നിങ് ഉപയോഗിക്കുന്നവർക്ക്. ഓക്കെ, അടുത്തൊരു ഫ്രോഗ്. ഇപ്പം നമ്മൾ 2 ഫ്രോഗുകൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയ 12 to 13 വെയിറ്റ് ഉള്ള ഫ്രോഗുകൾ. നിങ്ങൾക്ക് അതിലും വലുതും എന്നാൽ നല്ല കാസ്റ്റിങ് കിട്ടുന്നതും കാസ്റ്റ് ചെയ്യുമ്പോൾ കാറ്റ് പിടിക്കാത്ത രീതിക്കുള്ളൊരു ഫ്രോഗ് വേണമെന്നുണ്ടെന്നല്ലേ, അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഫ്രോഗ് എന്ന് പറയുന്നത് പെക്സോൻ്റെ വുൾഫ് എന്ന് പറയുന്ന ഒരു ഫ്രോഗുണ്ട്. ഓക്കെ, 7 സെൻറ്റിമീറ്റർ നീളമാണ്. അതേപോലെ തന്നെ 16 to 17 ഗ്രാം വെയിറ്റ് വരുന്ന നല്ല സോഫ്റ്റ് റബ്ബറിലുള്ള നല്ല ഡിസൈനുള്ള ഷാർപ്പായിട്ട് വലിയ ഹുക്കുള്ള നല്ല അടിപൊളി ഒരു ഫ്രോഗാണ് നമ്മുടെ വൂൾഫ് എന്ന് പറയുന്ന ഫ്രോഗ്. ഇതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ഫോട്ടോയിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രോഗാണ്. നമുക്ക് നമ്മുടെ പെക്സോൻ്റെ ഒഫീഷ്യൽ പേജിലും നമ്മുടെ പെക്സോനെ കൊളാബ് ചെയ്തിരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും പേജുകളിലും ഈ പറയുന്ന ഫ്രോഗുകളുടെ ഒക്കെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെക്സോൻ്റെ ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെക്സോൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രോഗുകളും പെക്സോൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. അതല്ല, കുറച്ചധികം ഫ്രോഗുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലും നമ്മുടെ ഇൻസ്റ്റാ പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കയറി കണ്ടോളുക, കൂട്ടത്തിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ.